ഗോൾഡിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന റൈറ്റ് ടൈമേ അല്ല. കാരണം അത് അതിൻ്റെ കോസ്റ്റ് ഭയങ്കര പീക്കിൽ നിൽക്കുകയാണ്. അതിന് മുന്നേ ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് മേടിച്ചവർക്കാണ് ഗോൾഡിന് റിയൽ പർപ്പസ് ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഇൻഷുറൻസ് എടുക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോഴും എൻ്റെ ഒരു സേവിങ്സിൽ നിന്നാണ് ഞാൻ അതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോഴും എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 3000 രൂപയാണ്. 3 വർഷം എനിക്ക് കിട്ടിയ സ്റ്റൈഫൻഡിൽ നിന്നാണ് ഞാനൊരു 50,000 രൂപ എനിക്ക് മാറ്റാൻ പറ്റുന്നത്. ഈ ഫിനാൻഷ്യൽ പ്ലാനേഴ്സിന് എഗെയിൻസ്റ്റ് പറയുന്ന ഈ വീട് വാങ്ങിക്കണോ അതോ റെന്റിന് എടുക്കണോ എന്നുള്ളത്, ബൈയിങ് ഓർ റെൻറ്റിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ പോഡ്കാസ്റ്റിലോട്ട് പർപ്പിള വെൽത്തിൻ്റെ സിഇഒയും ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അഡ്വൈസറി ലീഡ് ചെയ്യുന്ന നിർവൻ കോശിക്ക് സ്വാഗതം. ഹായ് അബിനാസ്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഓക്കെ, ഞാൻ എല്ലാവരോടും ഫസ്റ്റ് ചോദിച്ചു തുടങ്ങുന്ന ഒരു ചോദ്യമാണ്, ഈ മണിയെ പറ്റിയുള്ള നിർവൻ കോശിയുടെ കോൺസെപ്റ്റ് എന്താണ്? മണി എന്ന് പറയുമ്പം ബേസിക്കലി എനിക്ക് പെട്ടെന്ന് തന്നെ വരുന്നത് ഫ്രീഡം എന്നുള്ളതാണ്. നമ്മൾ പലതരം ഫ്രീഡത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, പക്ഷെ അതെല്ലാം അവസാനം ചെന്ന് നിൽക്കുന്ന മണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്കാണ്. അതെ. സോ മണി എന്ന് പറയുമ്പം ഫ്രീഡം ഈക്വൽ ടു ഫ്രീഡം, ഒരു ടൂളായിട്ട് ഉപയോഗിക്കാന്ന് പറയാം അല്ലേ? അതെ. ഓക്കെ, ഒരു ഫ്രീഡത്തിൻ്റെ ഏതൊരു തരത്തിൽ ഫ്രീഡത്തിലേക്കും ഉള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു വേ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ പർപ്പിള വെൽത്തിൽ ഈ ഒരു നിർവൻ്റെ ഏരിയാസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട്? പർപ്പിള വെൽത്തിൻ്റെ സിഇഒ ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അഡ്മിനിസ്ട്രേഷനായിട്ടും പ്രൊഡക്റ്റ് വൈസും എല്ലാം എൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് എൻ്റെ പേഴ്സണൽ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. പിന്നെ പലതരം പ്രോഡക്റ്റുകൾ, ഇപ്പം പലതരം പ്രോഡക്റ്റുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവാം, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, ഇൻഷുറൻസ് ആവാം, ഡയറക്റ്റ് ഇക്വിറ്റിയിലുള്ള ആവാം, അൽഗോ പ്രോഡക്റ്റുകളാവാം. കംപ്ലീറ്റ്ലി ഒരാൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണ്ട ഒരാൾക്ക് കംപ്ലീറ്റ്ലി കൊടുക്കുന്നൊരു സൊല്യൂഷനാണ്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഡൊമൈൻ എക്സ്പെർട്ടൈസേഷൻ എന്ന് പറഞ്ഞ് പൊതുവെ ഇപ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനേഴ്സിന് എഗെയിൻസ്റ്റ് പറയുന്ന ഈ വീട് വാങ്ങിക്കണോ അതോ റെൻറ്റിന് എടുക്കണോ എന്നുള്ളത്. ഈ ഒരു പാതയിലൂടെയാണോ നിർവനും അഡ്വക്കേറ്റ് ചെയ്യണത്? ബൈയിങ് ഓർ റെൻറ്റിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് എപ്പോഴും ഒരു ചർച്ച ചെയ്യുന്ന, അത് ഇപ്പം തുടങ്ങി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭയങ്കര ഒരു ബൂം വന്നപ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിന് മുന്നേ എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഭയങ്കര ഒരു ഡിസ്കഷൻ വരുന്നത്. ഒരു ആധിപത്യം വന്നതിന് ശേഷമാണ് ഇതൊരു ഹോട്ട് ടോപ്പിക് ആയത്. കൂടുതലും നമ്മൾ കാണുന്നത് വീട് മേടിക്കണ്ട അല്ലെങ്കിൽ വീട് മേടിക്കുന്നതിനെക്കാട്ടിലും റെൻറ്റ് ചെയ്യുന്നതാണ്. അതിനുള്ള കുറേ കണക്കുകൾ, വീട് മേടിക്കുന്നതിനെക്കാട്ടിലും റെൻറ്റിങ്ങിലേക്ക് പോകുന്നെങ്കിൽ ഇത്രയും രൂപ നമുക്ക് സേവ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കണക്കുകളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും, പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാർ ഒന്നും അങ്ങനെ അഡ്വക്കേറ്റ് ചെയ്യുന്നൊരു സംഭവമല്ല. ഇപ്പോൾ വീടെന്ന് പറയുന്നത് മറ്റൊരു ഡ്രീം പോലെ തന്നെ നമുക്ക് ഉള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് സൈഡിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ വീട് അതൊരു ഗോളായിട്ട് മാറ്റി ആ ഗോളിനെ എങ്ങനെ അത് നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനകത്ത് സംസാരിക്കുന്നത്. അപ്പം നിർമ്മൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ വീട് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പേഴ്സണൽ ചോയ്സാണ്. ഇപ്പം വീടെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം അതൊരു ഇമോഷനാണ്. ഇമോഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ചോദനയായിട്ട് തന്നെ വരാം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ എവല്യൂഷനായിട്ട് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് നെസസിറ്റിക്ക് തുല്യമാണ്. ഒരു സേഫ്റ്റി, ഷെൽട്ടർ എന്നുള്ളത് അതിനെ ഒരു എക്സ്റ്റൻഷനാണ് വീടെന്ന് പറയുന്നത്. പിന്നെ അതൊരു ഷോ ഓഫ് അങ്ങനെയൊക്കെ ലെവലിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു വീടെന്ന് പറയുന്നത് എപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു നീഡ് തന്നെയാണ്. അപ്പോൾ അത് വേണ്ട, അല്ലെങ്കിൽ അത് തരുന്ന സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ അത് തരുന്ന ഒരു അക്കംപ്ലിഷ്മെൻറ്റ്, ചിലവർക്ക് അതൊരു അക്കംപ്ലിഷ്മെൻ്റ് ആയിട്ട് തോന്നാം. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യും. അടുത്തൊരു ഇതായിട്ട് വരും, നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഇതൊക്കെ ഒരു സോഷ്യലായിട്ട് അതിനെ നമ്മൾ ഒത്തിരി കണക്കായിട്ടും കുറച്ച് ഫിനാൻഷ്യലായിട്ട് നോക്കിയൊന്നും നമുക്ക് പ്രാക്ടിക്കലി നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ പേഴ്സണലി നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അങ്ങനെ വീട് മാറ്റിവെച്ച്
റെൻറ്റിലേക്ക് പോകണമെന്നൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഇൻഷുറൻസ് എടുക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ട്രോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള എന്തെങ്കിലും? ഇൻഷുറൻസ് എടുക്കുന്നവരെല്ലാവരും മണ്ടന്മാരെന്നല്ല വരുന്നത്. കൂടുതൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നു ഇൻഷുറൻസ് അല്ല, മ്യൂച്വൽ ഫണ്ട്സും അതും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെയാണ് നല്ലതെന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയുന്നു. അത് ഒരു മണ്ടത്തരമാണ്, ഇൻഷുറൻസും വേണം എന്നുള്ള രീതിയിൽ തിരിച്ചിപ്പോൾ ഒരു കൗണ്ടറായിട്ടുള്ള ഒരു അതെ. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട്. പക്ഷെ അതും ഞാൻ കണ്ടത് അത് വേറൊരു രീതിയിലാണ് പോയത്. അത് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് അല്ല അവർ പറയുന്നത്, അതിൽ പറയുന്നത് ടേം ഇൻഷുറൻസ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ ടേം ഇൻഷുറൻസ് വേണ്ടെന്ന് പറയുമോ നിർവ്വൻ? ഒരിക്കലും ഇല്ല. നമ്മളിപ്പം ഇപ്പം ഒരു പ്ലാനിങ്ങിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാനിങ് തുടങ്ങുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് ഒരു ഇൻഡിവിജ്വലിന് വേണമെന്ന് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് 1 എന്ന് പറയുന്നത് ടേം ഇൻഷുറൻസ് ആണ്, 2 മെഡിക്കൽ ഇൻഷുറൻസ് ആണ്, 3 എന്ന് പറയുന്നത് എമർജൻസി ഫണ്ടാണ്. അതും ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് തന്നെയാണ്. ഇൻഷുറൻസ് അതെ. 3ഉം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പക്ക ഇൻഷുറൻസുകളാണ്. ടേം ഇൻഷുറൻസ് ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ഇതൊക്കെ പക്ക ഇൻഷുറൻസ് ആണ്. നമ്മൾ ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് കൂടുതൽ എതിർക്കുന്നത്. പക്കയായിട്ടുള്ള ഇൻഷുറൻസ്, ഫുൾ ഇൻഷുറൻസ് എടുക്കുക. നമുക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിനും നമ്മുടെ ഹെൽത്തിനും നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. ആ ഇൻഷുറൻസിനെ അല്ല ഈ പറയുന്നത്. പക്ഷേ അത് അതൊക്കെ ഓരോ ട്രെൻഡാണ്, ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡാണ്. ഓരോ സമയത്തും ഓരോന്നായിട്ട്. അതെ, ഓരോ സമയത്തും ഓരോ ഇത് വരും. ഒരു സമയത്ത് മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്, കൗണ്ടറായിട്ട് പറയും, ഇനി തിരിച്ചു വരും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു അവയർനെസ് നമുക്ക് കിട്ടും എന്നുള്ളത് അല്ലാതെ നമുക്ക് അവിടെ അവർ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോലും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട്, അത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഫണലിൻ്റെ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു ടിപ്പ് മാത്രമാണ്. എല്ലാവരും സെല്ല് ചെയ്യാൻ നോക്കുന്നുണ്ട്. സെല്ല് ചെയ്യാതെ ആരും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യത്തില്ല. സം ഓർ അതർ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് എല്ലാവരും സെല്ല് ചെയ്യാറുണ്ട്. അതിനെ അങ്ങനെ തന്നെ കാണണം. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസിനെ അതിനെ അങ്ങനെ കണ്ട് പക്ഷേ അതിനകത്തുനിന്ന് അവയർനെസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ അവയർനെസ് ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ നിർവൻ്റെ ഈ ഒരു ജേണി, അതായത് ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനിയിലോട്ട് വന്ന ഒരു ജേണി എന്താണ്? ഇതിലോട്ടുള്ള മോട്ടിവേഷൻ അതിലൊക്കെ? എൻ്റെ ജേണിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ആക്സിഡൻ്റലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസിങ്ങിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും വന്നതല്ല, വളരെ ആക്സിഡൻ്റലായിട്ട് വന്നതാണ്. നമ്മൾ ഇതേപോലെ തന്നെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മളെ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ ചെയ്ത് പോകുന്ന, ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ആൾക്കാരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് ചിന്തിച്ചോ. അങ്ങനെ വളരെ ഒരു ആക്സിഡൻ്റലായിട്ട് വന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഞാൻ എൻ്റെ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എൻ്റെ പേഴ്സണൽ തുടങ്ങുന്നത് എനിക്ക് 3000 രൂപ സ്റ്റൈഫൻ ഉള്ളപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ആദ്യമായിട്ട് ഒരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പേഴ്സണൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഈവൻ എൻ്റെ സ്ഥാപനം ഞാൻ 2016 എൻ്റെ ഫസ്റ്റ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോഴും എൻ്റെ ഒരു സേവിങ്സിൽ നിന്നാണ് ഞാൻ അതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോഴും എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 3000 രൂപയാണ്. എൻ്റെ ഇൻകം 3000 രൂപയ്ക്കകത്തു നിന്നാണ് 3 വർഷം എനിക്ക് കിട്ടിയ സ്റ്റൈഫൻഡിൽ നിന്നാണ് ഞാനൊരു 50,000 രൂപ എനിക്ക് മാറ്റാൻ പറ്റുന്നത്. അതെങ്ങനെ മാറ്റുന്നു എന്നുള്ളത്, സ്റ്റൈഫൻഡ് 3000 ആണ്, മറ്റ് ചില അലവൻസുകളും കാര്യങ്ങളും കിട്ടും, വീട്ടിൽ നിന്ന് പൈസ കിട്ടും. പക്ഷേ ഇതൊരു മെൻറ്റാലിറ്റിയാണ്, സേവ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അവിടെ നിന്ന് ട്രേഡിങ്ങിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പിന്നെ നമ്മൾ കമ്പനിയായിട്ട് തന്നെ വരികയും അപ്പോഴും ഇങ്ങനെ ഒരു അഡ്വൈസിങ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെയൊക്കെ ഒരു അഡ്വൈസിങ് വേണോ എന്ന് നമ്മൾ ആലോചിച്ച സമയമുണ്ട്. അവിടെ നിന്ന് വളരെ ഈ ടാക്സ് സേവിങ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ടാക്സ് കൺസൾട്ടിങ് ഫേം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ പാർട്ട്നേഴ്സുമായിട്ട്. അവിടെ നിന്ന് തന്നെ അപ്പോൾ ആ ടാക്സ് ഫണ്ടുകൾ മാത്രം സെല്ല് ചെയ്യാം എന്നുള്ള രീതിയിൽ വളരെ ആക്സിഡൻ്റലായിട്ട് ഞങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരികയും അവിടെ നിന്ന് ഞങ്ങൾ തന്നെ ക്ലയൻസിനെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എനിക്ക് ഒന്ന് നിർവ്വന് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലോട്ട് എസ്പെഷ്യലി കയറുമ്പം
എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്ന ഒരു അൺസർട്ടനിറ്റിയാണ് ഈ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉള്ളപ്പോൾ എന്തിന് ഒരു റെഗുലർ മ്യൂച്വൽ ഫണ്ടിലോട്ട് ആൾക്കാർ പോകണം. സ്പെഷ്യലി ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ ഒരു ആധിപത്യം വന്നതിന് ശേഷം ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് തന്നെ വളരെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. പക്ഷേ അതിനെല്ലാം വിപരീതമാണ് നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പം കണ്ടത്. ആ ഒരു തോട്ട് പ്രോസസ്സ് എപ്പോഴാണ് വന്നത്? ഇല്ല, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്, റെഗുലർ മ്യൂച്വൽ ഫണ്ട്സിന് ഇവിടെ റിക്വയർമെൻ്റ് ഉണ്ട് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഏത് പോയിന്റിലാണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ റെഗുലർ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാലം കഴിഞ്ഞു എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഞാനും. 2022 ഈ വളരെ എന്തെങ്കിലും ചെറിയൊരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നപ്പോഴും നമുക്ക് എപ്പോഴാണ് ഇത് റിയലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ ക്ലയൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് മനസ്സിലായത് നമ്മളൊരു ബബിളിനകത്താണ്. നമ്മളുടെ പോലെയല്ല ബാക്കിയുള്ള ആൾക്കാർ. നോളജ് ലെവൽ ഭയങ്കര കുറവാണെന്നും, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ആൾക്കാർ ചിന്തിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആനുകൂല്യം ആദ്യം തൊട്ടേ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫാദർ ആദ്യം തൊട്ടേ പണ്ട് തൊട്ടേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടിലും ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. പിന്നെ എൻ്റെ ഒരു ബ്രദറാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ പാർട്ട്നേഴ്സ്, ഞങ്ങൾ 4 പേരും ട്രേഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളും. അപ്പോൾ നമ്മളൊരു ബബിളിനകത്താണ് നിൽക്കുന്നത്. അത് ആ ബബിളിനകത്ത് നിന്ന് പുറത്ത് വന്ന് നമ്മുടെ ക്ലയൻസിനെ തന്നെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായത്, പൊട്ടൻഷ്യൽ മനസ്സിലായത്. എനിക്ക് തോന്നുന്നു എനിക്ക് നിർബന്ധം തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ലൈക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന കാറ്റഗറി ഈവൻ ഫണ്ട് മാനേജേഴ്സിന് ഒരു കാലത്ത് റെഗുലർ വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തിന് റെഗുലർ? അവർക്കാണ് ഈ റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് വേണ്ടാത്തത്. അവർ ഡയറക്റ്റ് പോവുക. പക്ഷേ ബാക്കിയുള്ള റെഗുലർ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അതുമല്ല, ഒരു ലോങ് ടേം പർപ്പസിൽ എനിക്ക് തോന്നുന്നു ഈ പെരുക്കി കാണിക്കുക, ലൈക്ക് ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് കാണിക്കുക. ഒരു 30 years കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന കോടികളാണ്. പക്ഷേ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിളായിട്ട് നിർവ്വഹണം പറയാമോ? ഒരു 10,000 കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന SIP ആയിട്ട് ഇടുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ചാർജ് ആസ് എ മ്യൂച്വൽ ഫണ്ട്, ലൈക്ക് ഫിനാൻഷ്യൽ പ്ലാൻ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? അതല്ല ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെയല്ലോ ഈ പറയുന്ന ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സിലൂടെ പോകുന്നെങ്കിലുള്ള കോസ്റ്റ് എത്രയായിരിക്കും? ഞാൻ അത് പറയാം. അതിന് മുന്നേ ആദ്യം പറഞ്ഞത് ഈ മറ്റ് ഡയറക്റ്റായിട്ടുള്ള ആൾക്കാർ, മീൻസ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്, അവരും യഥാർത്ഥത്തിൽ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ആ കോസ്റ്റുകളൊന്നും കൺസിഡർ ചെയ്യാതാണ് അവർ പറയുന്നത്. നോക്കൂ, 1% റെഗുലറിൽ കമ്മീഷൻ വരും, അത് 30 വർഷം ആകുമ്പോഴത്തേക്ക് ഇത്രയും രൂപയാവും എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ അവിനാസ് പറഞ്ഞ പോലെ തന്നെ അതിനെ ഒന്ന് ഊതിപ്പിരിപ്പിച്ച് കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാലേ അവർക്ക് വ്യൂവേഴ്സ് കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ അകത്തെ ബാക്കിലെ സ്റ്റോറി. വ്യൂവേഴ്സ് മാത്രമല്ല, എനിക്കൊന്ന് അവർക്കൊരു സെല്ലിംഗ് പോയിന്റും കൂടെ ഉണ്ട്. അവർ ഈ പറയുന്ന അവരുടെ സെല്ലിംഗ് പോയിന്റാണ്. അവർ അതിന് ശേഷം കോഴ്സസ് സെല്ല് ചെയ്യും, കമ്മ്യൂണിറ്റി രീതിയിലുള്ള കാര്യങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1% എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. 1% ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് എക്സ്പെൻസ് റേഷ്യോയ്ക്കകത്ത് വരുന്ന ഒരു പെർസെൻറ്റേജ് ആണ് ഇത്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിനുള്ള കമ്മീഷൻ. അവിടെ അതാണ് ഇത്. എന്തിന് ഡിസ്ട്രിബ്യൂട്ടറിന് കമ്മീഷൻ കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള സർവീസസും കാര്യങ്ങളും കൊടുക്കും. സെബിയുടെ തന്നെ ഒരു കണക്കുണ്ട്. സെബിയുടെ കണക്കിനകത്ത് ഏകദേശം ഒരു ആവറേജ് ഇൻവെസ്റ്ററിൻ്റെ ലൈഫ്, SIP ഉള്ള ലൈഫ് എന്ന് പറയുന്നത് less than 3 years ആണ്. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു SIP സ്റ്റോപ്പ് ആവുകയാണ്. അതേസമയം റെഗുലറിൽ വരുമ്പോഴത്തേക്ക് അതല്ല സ്ഥിതി. അവിടെ ഡയറക്റ്റ് ചെയ്യാനും അതിനെ ഒന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഒരാളുള്ളപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ അത് ഒരു ഫലവത്തായിട്ട് പോകാനുള്ള ഇതാണ്. ആവറേജ് ഇയേഴ്സ് കൂടുതലാണെന്ന് തോന്നുന്നു. ആവറേജ് ഇയേഴ്സ് കൂടുതലായിരിക്കും റെഗുലറായിട്ട് വരുമ്പോഴത്തേക്ക്. ഇനി എത്ര പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1% തന്നെ എടുക്കാം. ഒരു എക്സാമ്പിളായിട്ട് അതെ, ഇപ്പം 10,000 രൂപ SIP ഇടുന്ന ആൾ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1,20,000 രൂപയാണ്. ഇതിൻ്റെ 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,200 രൂപയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ എല്ലാ വർഷവും ഈ എമൗണ്ട് കിട്ടും. ഇത് ഗ്രോ ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാ വർഷവും ഈ എമൗണ്ട് കിട്ടും. അപ്പം ഒരു ക്ലയൻറ്റിനെ നമുക്ക് കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് ഇല്ലാതെ ദർ ഇസ് നോ ഫ്രീ ലഞ്ച് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ചുമ്മാ ഒരു പോയി ഡിസ്ട്രിബ്യൂട്ടറിനെ സെലക്ട് ചെയ്യാതെ വളരെ ക്വാളിറ്റി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അത് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പോകാൻ ശ്രമിക്കുക, ഒന്നാമത്തെ കാര്യം.
അങ്ങനെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 1200 രൂപ വർഷമാണ് കിട്ടുന്നത്. അതിനെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 100 രൂപ വെച്ചാണ് മന്ത്ലി കിട്ടുന്നത് മന്ത്ലി ആയിട്ടാണ് ഈ എമൗണ്ട് ഏതൊരു ഡിസ്ട്രിബ്യൂട്ടറിനും എമൗണ്ട് കിട്ടുന്നത്. പിന്നെ അത് വർഷം നമ്മുടെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഇവിടെ എല്ലാവരും വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അതെ. അതുപോലെ ഇതേ എക്സാമ്പിളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിലേക്ക് പോകുമ്പോഴത്തേക്ക് മിനിമം 15,000 ആണ്. ഒരു 15,000 to 20,000 ആണ് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട്. അതും മിനിമം എമൗണ്ട് ആണ്. മിനിമം എമൗണ്ട് അത് CTC അല്ലെങ്കിൽ അതെ 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 കൂടുതൽ എപ്പോഴും നമ്മളിപ്പം അതിനൊരു മിനിമം 15,000 അതുപോലെ പലരും പല റേറ്റാണ്. എന്നിരുന്നാലും ഇപ്പം ഒരാളുടെ ആനുവൽ ഇൻകത്തിൻ്റെ 1% ഒക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 10 ലക്ഷം രൂപയുള്ള ഒരാളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല CTC അല്ലേ, ആനുവൽ അവരുടെ ഇൻകത്തിൻ്റെ 1% എടുക്കും. കാരണം അവർ കംപ്ലീറ്റ്ലി ആണ് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ലക്ഷത്തിൻ്റെ ഒരു ശതമാനം അവരും അവിടെ മേടിക്കും. ഇവിടെ പറയും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇത് വേണ്ട, ആനുവൽ ഇതിൻ്റെ മതി എന്ന് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ നോക്കുമ്പം ഈ 15,000 ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിന് ഒരു വർഷം കിട്ടണമെങ്കിൽ മിനിമം എനിക്ക് തോന്നുന്നു ഒരു 15 lakh ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരണം അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇയർലി 15,000 ആവത്തുള്ളൂ. അത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിന് എല്ലാ വർഷവും അവർ ഈ പ്ലാനിങ്ങിൻ്റെ പേരിൽ നമുക്ക് ഫീസ് ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഞാൻ ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നില്ല. പക്ഷേ രണ്ടിനായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. രണ്ടിനും രണ്ടിനായിട്ട് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ റീസെൻ്റായിട്ടൊരു ക്ലയൻറ്റായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യമേ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനായിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ വളരെ ആദർശികമായിട്ട് ഞാൻ കണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഒരു സബ്ജക്റ്റ് ഒരു അനക്ടോട്ട് സാധനമാണ്, പക്ഷേ എന്നിരുന്നാലും ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമേ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരുന്നു. പിന്നീട് ആ പേഴ്സണൽ ടച്ച് ഇല്ല. രണ്ടാമത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിലേക്ക് പോയപ്പം പേഴ്സണൽ ടച്ച് ഇല്ല എന്നിങ്ങനെ അഭിപ്രായപ്പെടും. കാരണം ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവരും വിൻ വിൻ സിറ്റുവേഷനാണ്. ഡിസ്ട്രിബ്യൂട്ടർ എന്താണ് ട്രൈ ചെയ്യുന്നത്, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവരിൽ നിന്ന് ഹോൾഡ് ചെയ്യണം. കാരണം നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്നത് അയാളുടെ കൂടെ AUM വളർത്തണം എന്നുള്ളതാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ കൂടെ AUM നിർത്തണം. അതെ, ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കാതെ. അതെ, അതിന് വേണ്ട ആ ഡ്രീംസിലേക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവർ കൂടുതൽ ശ്രമിക്കുന്നത്. അതേസമയം മറ്റേ അടുത്തൊരു വൺ ടൈം ഈവൻ്റ് ആണ്. മറ്റേ അടുത്തൊരു വൺ ടൈം അവർ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നു, ക്ലയൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള ഇതാണ്. മനസ്സിലായി. കറക്റ്റ് ആണ്. നമുക്കൊരു പേഴ്സണൽ റിലേഷൻ ബിൽഡ് ആവുകയാണ്. അതെ അതെ. അപ്പോൾ ഇനി ക്ലയൻറ്റിനും വിൻ വിൻ സിറ്റുവേഷൻ ആണ്. കാരണം അറ്റ് ദ എൻഡ് ക്ലയൻറ്റിൻ്റെ എമൗണ്ട് ആണ് ഗ്രോ ചെയ്യുന്നത്. അത് ഇവിടെ കിടക്കുമ്പോൾ മാത്രമേ ഗ്രോ ആവുന്നുള്ളത് മാത്രമല്ല, ക്ലയൻറ്റിനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണ്. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കും ഇത് കിട്ടും. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നതും റെഗുലർ മ്യൂച്വൽ ഫണ്ട്സിന് തന്നെയാണ് ഇപ്പോഴും എംഫസിസ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ഈ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റൈഫൻഡ് ഒരു 3,000 കിട്ടിയപ്പം തൊട്ട് ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം കറൻ്റ്ലി ഒരു പുതുതായിട്ട് ജോലിയിലോട്ട് കയറുന്ന ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു റൂളോ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ അഭിപ്രായം, ഒപ്പീനിയൻ എന്താണ്? അത് ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഈവൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 3,000 രൂപ എനിക്ക് സ്റ്റൈഫൻഡ് കിട്ടുക, അതൊരു നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്കൊരു ഹാബിറ്റായിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഈവൻ വിത്തൗട്ട് ഒരു സാലറിയും കിട്ടാത്തൊരാൾക്ക് പോലും ആക്ച്വലി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 500 രൂപയുടെയോ 1000 രൂപയുടെയോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ജോലി കിട്ടുന്ന ആദ്യമായിട്ട് ഒരാൾക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കഴിഞ്ഞ ജനറേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം ഇപ്പം കുറേ ചേഞ്ചസ് തന്നെ വന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിനൊക്കെ. എന്നിരുന്നാലും ആദ്യമേ നമ്മൾ ഫസ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെയും കൊണ്ടൊരു LIC പോളിസി എടുപ്പിക്കും. ഫാമിലി കഴിഞ്ഞ ജനറേഷൻ അവരുടെ നോളജാണ് അവർ ഷെയർ ചെയ്യുന്നത്. പക്ഷേ വലിയൊരു ഒരു മണ്ടത്തരമാണ് ഇവർ. ഒരു 10-24 വയസ്സ് കഴിഞ്ഞൊരു ജോലിയിലേക്ക് കയറുമ്പോഴത്തേക്ക് ആദ്യമേ എടുപ്പിക്കുന്ന LIC പോളിസിയാണ്. രണ്ടാമത് LIC പോളിസി എന്ന് പറയുമ്പോഴത്തേക്ക് ടേം ഇൻഷുറൻസ് അല്ല അവിടെ വരുന്നത്, ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ സംസാരിച്ച ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ആദ്യമേ ഇവരെയും കൊണ്ട് അത് എടുപ്പിക്കും. പിന്നെന്താണ് എടുപ്പിക്കുന്നത്, പിന്നെ ഒരു ചിട്ടി നല്ലതാണ്, ചിട്ടി കൊണ്ട് പിടിക്കും. പിന്നെ അതും പോരാഞ്ഞിട്ട് കല്യാണം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വീടും കൂടെ എങ്ങനെയെങ്കിലും തലയിൽ വെച്ച് ഒരു ഹൗസിംഗ് ലോണും കൂടെ എടുത്തു വെക്കും. ഇവർക്ക് ഈ നീഡുണ്ടോ, ആവശ്യമുണ്ടോ, ഇപ്പോൾ അത് ആവശ്യമുണ്ടോ, ഇതെല്ലാം ട്രാപ്പുകളാണ്.
ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ചിട്ടി ആയാലും അതേപോലെ തന്നെ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്ന സാധനം ആയാലും ഇതെല്ലാം ട്രാപ്പുകളാണ്. ഇവിടെയാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇതിന് പകരം ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിനകത്ത്, അത് ഡയറക്റ്റോ റെഗുലറോ എങ്ങനെയാണെന്നില്ല, നമുക്ക് എങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഈ ഡയറക്റ്റ് ഉപയോഗിക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക്, കാരണം ഒരു എക്സ്പോഷർ നമുക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ആദ്യമേ എല്ലാവരും ഇപ്പോൾ 1000 രൂപയ്ക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാനറിനെ പോയി കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സാധിക്കണമെന്നില്ല. അവിടെയൊക്കെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടും എന്തെങ്കിലും ഒരു തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് തുടങ്ങാം. പക്ഷേ അതേസമയം ഒരു ഫിനാൻഷ്യൽ പ്ലാനറിനെ കൂടെ കണ്ട 1000 രൂപ തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാനറിനെ കണ്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിനെ കണ്ടോ അത് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതെ കറക്റ്റ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിട്ടയർമെൻറ്റിൽ എന്നുള്ള രീതിയിൽ ഒരു പെൻഷൻ പ്ലാൻ ആണ് നമ്മൾ ആദ്യമേ എപ്പോഴും ഓർമ്മ വരുന്നത്. പെൻഷൻ പ്ലാനിൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്, മാക്സിമം കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മുതൽ 8% വരെയാണ്. അതേസമയം ഈ പെൻഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ലോങ് ടേമിലേക്കാണ്, 20-30 വർഷത്തേക്കാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റിയിൽ കൊണ്ടുവരിക എന്നാണ് ഏറ്റവും നല്ല. ലാസ്റ്റ് 30 ഇയേഴ്സിലൊക്കെ നമുക്കൊരു കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്? അവിടെ 5-6% കിട്ടുന്നിടത്ത് ഇക്വിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് മിനിമം നമ്മൾ പ്ലാനിങ്ങിന് തന്നെ 15% പറയുന്നത്. പ്രാക്ടിക്കൽ നോക്കുമ്പോഴത്തേക്ക് പല ഫണ്ടുകൾ ഇപ്പം ജസ്റ്റ് ചുമ്മാ തന്നെ നമ്മൾ ഗൂഗിളിനകത്ത് കഴിഞ്ഞ ലാസ്റ്റ് 20 ഇയേഴ്സ് അല്ലെങ്കിൽ 25 ഇയേഴ്സ് അല്ലെങ്കിൽ 30 ഇയേഴ്സിന് മോർ ദാൻ 20% കിട്ടിയ ഫണ്ടുകളാണ്. ഒരു ലിസ്റ്റ് ഓഫ് ഫണ്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ChatGPT ചോദിച്ചാലും മതി, ഒരു ലിസ്റ്റ് ഓഫ് ഫണ്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു 20%, 25% ഒക്കെ റിട്ടേൺ കൊടുക്കുന്ന ഫണ്ടുകൾ ഇന്ത്യയിൽ 10-25 വർഷമായിട്ട് ഉണ്ടെന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം. അവിടെയാണ് നമ്മൾ 5%, 6% റിട്ടേൺ കിട്ടുന്ന പെൻഷൻ പ്ലാൻ അങ്ങനെയുള്ള കാര്യത്തിനകത്തോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മുടെ ഇതെന്തോ ഭയങ്കര ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഗാംബ്ലിംഗ് ആണ്, അത് സെക്യൂരിറ്റി, അതെ, ഒരു റിസ്ക്, റിസ്ക് ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ എടുക്കുന്നവർ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ഇപ്പം പൊതുവേ ഇപ്പം ബെറ്ററായിട്ട് വരുന്നുണ്ട് ആൾക്കാർ സ്റ്റിൽ, പക്ഷെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ചോദിച്ച ഒരു സ്റ്റാർട്ടിങ് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എങ്ങനെ തുടങ്ങണമെന്നുള്ളത്, അതുപോലെ തന്നെ ഇപ്പം പ്രമുഖ ഫിലിം ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റീസ് തന്നെ ഫിനാൻഷ്യൽ ഹാൻഡിൽ ചെയ്യുന്നുള്ള രീതിക്ക് എന്തെങ്കിലും ഈ ഒരു നല്ല HNA ക്ലയൻസും ഒരു കോമൺ മാനും തമ്മിലുള്ള, മിഡിൽ ക്ലാസ്സിലുള്ള ആറ്റിറ്റ്യൂഡ് ഡിഫറൻസോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ഒന്നും കണ്ടിട്ടില്ല. അവർ ഡീൽ ചെയ്യുന്ന എമൗണ്ടും സാധാരണ ഒരു കോമൺ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ഡീൽ ചെയ്യുന്ന എമൗണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡിൽ എല്ലാം ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ക്ലയൻസുകളിൽ ഉള്ളവർ ഈവൻ സെലിബ്രിറ്റി ആയാലും അത് മിഡിൽ ക്ലാസ് അങ്ങനെയല്ല, പക്ഷെ നമുക്ക് ഒരാൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കറക്റ്റ് അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും. അവർക്ക് ആ ചേഞ്ച് ആയോ, നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലായോ, അവരുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ കൊണ്ടുവരുന്നത് അവർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവർ കറക്റ്റ് ഒരു പാത്തിലേക്കാണോ പോകുന്നത്. ഒരു അഡീഷണൽ ഒരു എമൗണ്ട് വരുമ്പോഴത്തേക്ക് ആ എമൗണ്ടിനെ അവർ എങ്ങനെയാണ് അതിനെ റൂട്ട് ചെയ്യുന്നത് എന്ന് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻസ് അവർ ഒരു പൈസ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ ഇത് എല്ലാവർക്കും ഒരേപോലെ ആ ഒരു കിക്ക് കിട്ടിയാലേ കിട്ടത്തുള്ളൂ അല്ലേ? ആ ഒരു കിക്ക് മനസ്സിലായി വരുമ്പോൾ അതിന് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു 5000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയോ SIP ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഗോൾസ് എല്ലാം സാറ്റിസ്ഫൈ ആയി, ഗോൾസ് എല്ലാം റീച്ച് ചെയ്തു, നമുക്ക് കോടീശ്വരനാവാം, നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം തീർന്നു, ഇങ്ങനൊരു സംഭവമില്ല. 5000 രൂപയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് വരെ എത്തത്തുള്ളൂ. അവിടെ ആ 5000 രൂപ ഒരു വട്ടം, ഇത് വൺ ടൈം ആക്ടിവിറ്റി അല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഹാബിറ്റായിട്ട് എടുത്ത് നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസും നമ്മൾ അതിനെ റൂട്ട് ചെയ്ത് കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് കൊണ്ടുപോകുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. എനിക്കൊന്ന് ആ ഒരു കിക്ക് കിട്ടിയാലേ എനിക്ക് അത് കിട്ടത്തുള്ളൂ അല്ലേ? അതെ, എക്സാക്ട്ലി. എന്താണ് കോമ്പൗണ്ടിങ്, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കിക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ഈ ലൈക്ക് എന്നെ ഈ വെൽത്ത് മാനേജ്മെൻറ്റിലോട്ട് കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ആണ്. അത് നമുക്ക് ഫീൽ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. അത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഒരു കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്സിലോ മാത്രമല്ല ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഉള്ളത്. നമ്മൾ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് വരുന്ന റിട്ടേൺ, ആ റിട്ടേൺ നമ്മൾ എടുക്കാത്ത എല്ലാ പ്രോഡക്ട്സിനകത്തും
കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ കോമ്പൗണ്ടിങ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ എഫ് ഡിയിൽ ക്യുമുലേറ്റീവ് എഫ് ഡി എന്ന് പറയാം. എഫ് ഡിയിൽ തിരിച്ച് തന്നെ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും കോമ്പൗണ്ടിങ് ആണ് നടക്കുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റിലാണ് വ്യത്യാസം. 6% എഫ് ഡിയിൽ കോമ്പൗണ്ടിങ് നടക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ അത് കോമ്പൗണ്ടിങ് നടക്കുന്നത് 12-15% നടക്കുന്നത്. ഇപ്പോൾ 12% കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ 6 വർഷവും 2 മാസവും എടുക്കും ₹1 എന്നുള്ളത് ₹2 ആവാൻ വേണ്ടി. നമ്മൾ ഹാർഡ് ഏണായിട്ട് ചെയ്ത ₹1 ₹2 ആവണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ രൂപ അവിടെ കിടന്നത് ഗ്രോ ചെയ്തതാണ്. ആ ഗ്രോ ചെയ്ത എമൗണ്ട് ആവണമെന്നുണ്ടെങ്കിൽ 6 വർഷം എടുക്കും. അതേസമയം വെറും ഒരു 3 വർഷം കൂടെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 2 എന്നുള്ളത് 3 ആവും. കാരണം അതിൻ്റെ പകുതി മതി. നേരത്തെ 6 വർഷവും 2 മാസമാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 3 വർഷം 1 മാസം മതി 12%. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പേരുണ്ട് നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി. 2 പേര്, ആ 2 പേരും കൂടെ പ്രവർത്തിച്ചാണ് മൂന്നാമത്തെ ആളെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ റിയൽ പവർ ഓരോ ഇതിനും വ്യത്യാസമാണ്. 12% ആണെങ്കിൽ 20 വർഷം എടുക്കണം. 20 വർഷം എടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ 6 months ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആദ്യത്തെ എമൗണ്ട് എന്ന് വെച്ചാൽ ₹1 ആണെന്നുണ്ടെങ്കിൽ ₹1 വെച്ച് ഓരോ 6 മാസം ലെസ് ദാൻ 6 months കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ₹1 എന്നുള്ളത് നമുക്കത് മാറ്റുവാണെങ്കിൽ 10,000 ആക്കാം, 1 ലക്ഷം ആക്കാം, 1 കോടി ആക്കാം. അത് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ ആ എമൗണ്ട് അവിടെ കൂടി വരികയാണ്. അവിടെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ വ്യത്യാസം. അത് ഇപ്പോൾ 15% ആണെന്നുണ്ടെങ്കിൽ 12% ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 20 വർഷം എടുക്കും. ഏതാണ് ഈ 6 മാസം എടുക്കാൻ വേണ്ടി. ഇനി അത് 15% വർക്ക് ചെയ്യുന്ന ഒരു ഫണ്ടാണെന്നുണ്ടെങ്കിൽ 15 വർഷം മതി. 15 വർഷം കൊണ്ട് തന്നെ അത് കോമ്പൗണ്ട് ചെയ്യാൻ. ഇനി 6% ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ 1 എന്നുള്ളത് ₹2 ആവാൻ 6 വർഷം എടുക്കുമെന്ന്. അത് 12%. 6% കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 എന്നുള്ളത് 12 വർഷം എടുക്കും ഇരട്ടിയാവാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ 1 എന്ന് വെച്ചാൽ ആദ്യത്തെ 1 നിന്ന് രണ്ടാമത്തെ 1 ആവാൻ തന്നെ 12 വർഷം എടുത്ത് പിന്നെ അതിൽ നിന്നും പോവാൻ പിന്നെയും ട്രാവൽ ചെയ്യണം, പിന്നെയും സമയം എടുക്കും. അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മലയാളികൾക്ക് ഈ പറയുന്ന ഇക്വിറ്റിയും കാട്ടിയും സ്നേഹം കൂടുതൽ എഫ് ഡി കഴിഞ്ഞ ഗോൾഡിനോടാണ്. ഇപ്പം ഗോൾഡിൻ്റെ വില നല്ല രീതിക്ക് കൂടിയും വന്ന് ഒരു യൂഫോറിയ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പം നമുക്ക് വരുന്ന എനിക്ക് തോന്നുന്നു ക്ലയൻസ് ആയാലും കൂടുതൽ വിളിച്ചു ചോദിക്കുന്ന ഗോൾഡിലോട്ട് ഇനി ഫോക്കസ് ചെയ്യട്ടെ, ഇൻവെസ്റ്റ് ചെയ്യട്ടെ. അതിൻ്റെ എന്തെങ്കിലും ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ് ബെസ്റ്റ്? ഇപ്പം റൈറ്റ് ടൈം ആണോ ഇൻവെസ്റ്റ് ചെയ്യാൻ? ഗോൾഡിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന റൈറ്റ് ടൈമേ അല്ല. കാരണം അത് അതിൻ്റെ കോസ്റ്റ് ഭയങ്കര പീക്കിൽ നിൽക്കുകയാണ്. നമ്മളിത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, ഈ ഗോൾഡിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ കോവിഡിന് ശേഷമാണ്. അതിന് മുന്നേ ഒരു സമയം ഉണ്ടായിരുന്നു, 2013 മുതൽ 2019 വരെ ഒരു സമയം ഉണ്ടായിരുന്നു. ഗോൾഡിൻ്റെ വില സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അന്നായിരുന്നു ഗോൾഡ് യഥാർത്ഥത്തിൽ മേടിക്കേണ്ടത്. അന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് മേടിച്ചവർക്കാണ് ഗോൾഡിന് റിയൽ പർപ്പസ് ഉണ്ടായത്, ബെനിഫിറ്റ് കിട്ടിയത്. ഗോൾഡ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഹെഡ്ജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് താഴ്ന്നു പോകുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എത്ര പെർസെൻറ്റേജ് നമുക്കൊരു 10% മുതൽ 15% വരെയാണ് എപ്പോഴും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എപ്പോഴും പറയുന്നത്. അത് അഗ്രസീവായിട്ട് പോകുന്ന ആൾക്കാർ അത് 5% വരെ കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ. പക്ഷേ എസ്പെഷ്യലി മലയാളികൾ എന്ന് പറയുന്നില്ല, ഇന്ത്യക്കാർക്ക് എല്ലാവരും ഗോൾഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അതിനെ ഒരു മെയിൻ അസറ്റായിട്ട് തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ നല്ല സമയമാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇത് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസ് കൊണ്ടാണ്. അത് ഒരു എക്കണോമിക് സ്ലോ ഡൗൺ 2019 വന്നു. നമ്മൾ ആ സമയത്തൊക്കെ പറയുമായിരുന്നു ക്രൈസിസ് വരാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ ന്യൂസസ് 2019 ഉണ്ടായിരുന്നു. അങ്ങനെ സ്ലോ ഡൗണിൻ്റെ സമയമായിരുന്നു. കോവിഡ് വന്നു, പിന്നെ അറ്റാക്കുകൾ, വാറുകൾ വന്നു, ട്രേഡ് വാർസ് വന്നു. ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റി നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ വന്ന ഗോൾഡിൻ്റെ പ്രൈസ്. പിന്നെ എനിക്കൊന്ന് ഒരു ഡേറ്റ നോക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് 2008 to 2011, ഈ പറഞ്ഞില്ല 2013 to 2019 ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നൻ്റ് ആയിരുന്നു. അതിന് മുന്നേ ഒരു വലിയൊരു മൂവ്മെൻറ്റ് നടന്നിട്ടാണ് പിന്നെ സ്റ്റാഗ്നൻ്റ് ആയത്. അതുപോലെ എനിക്ക് തോന്നുന്നു മേ ബി ഇതൊരു അതേ സൈക്കിൾ ആവാൻ റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു റൈറ്റ് ടൈം അല്ലെന്നാണ്. ഇപ്പം അതിൻ്റെ പ്രൈസ് വളരെ കൂടുതലാണ്.
നമ്മൾ അതെ. ഏതൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ എപ്പോഴാണ് ആ സാധനം മേടിക്കുന്നത്? ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടുമ്പോഴാണ് നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നത്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ ഡിസ്കൗണ്ടഡ് തിയറിയാണ് മലയാളികൾ ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോവും. അതെ മലയാളികൾ എന്നല്ല എല്ലാവരും. എല്ലാവരും പക്ഷേ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് വരുമ്പോഴാണ് ആ ഒരു നമുക്ക് പാനിക്ക് ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്സിൻ്റെ കാര്യത്തിലും, സ്റ്റോക്സിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും എപ്പോഴും ബൈ ചെയ്യേണ്ടത് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകുമ്പോഴാണ്. നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. പീക്കിലെത്തുമ്പോഴാണ് ആൾക്കാർ മേടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഗോൾഡ് നല്ല ഓപ്ഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഓക്കെ. പിന്നെ ലൈക്ക് ഇപ്പോൾ ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറയപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസി എന്നുള്ളൊരു അതെ കോൺസെപ്റ്റ്. നമുക്ക് അവിടെ ഒരു ഗ്രേ ഷെയ്ഡാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡായിട്ട് നിൽക്കുന്നതാണ്. അവിടെ നമുക്ക് എത്രത്തോളം പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാം? കാരണം അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അത്ര അല്ല ഇൻ്റലക്ച്വൽ ആയിട്ട് തോന്നുന്നില്ല. അല്ല നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പക്ഷെ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം ഏതൊരു അസറ്റിനെ നമ്മളങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു 10% മുതൽ 15% വരെയൊക്കെ ക്രിപ്റ്റോയും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് കൊണ്ടുവരുന്നതിന് തെറ്റൊന്നുമില്ല. മാക്സിമം മാക്സിമം. എന്നുവെച്ചാൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതെ എന്നുള്ള അതെ എമൗണ്ട് അതെ കൊണ്ടുവരാം. കൊണ്ടുവരാം. അതല്ലാതെ ക്രിപ്റ്റോയുടെ പുറകെ പോകുന്നതും, ക്രിപ്റ്റോ ആണ് ഇനി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അതിനകത്തോട്ടൊക്കെ എടുത്ത് ചാടുന്നത് മണ്ടത്തരം തന്നെയാണ്. 100% നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. മേ ബി നാളത്തെ ഫ്യൂച്ചർ ആവാം. അതെ, എപ്പോഴും ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഒന്നിനകത്തോട്ട് പോകുന്നത് എപ്പോഴും നല്ലതല്ല. എല്ലാ അസറ്റ്സിനകത്തും ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്സിനെ കുറിച്ച് ഭയങ്കര എന്താണ്, സ്റ്റോക്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. സ്റ്റോക്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ജനറിക്കായിട്ടേ നമുക്ക് പറയാൻ പറ്റൂ ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിക്കുന്ന കാര്യം. എന്നിരുന്നാലും ഒരു 70% ഒക്കെ സ്റ്റോക്സിലേക്ക് കൊണ്ടുപോകാം. ബാക്കിയുള്ള എല്ലാം കൂടെ ആ 30%-നകത്ത് നിർത്തണം. അത് ഒന്നെങ്കിൽ ഗോൾഡ് ആവാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ, അങ്ങനെയുള്ള കാര്യങ്ങൾ റിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും. എസ്റ്റേറ്റ് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. റിയൽ എസ്റ്റേറ്റും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ റിയൽ എസ്റ്റേറ്റും ഈ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ എപ്പോഴും സെറ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. ഓക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾ ഈ പറഞ്ഞ കണക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിയൽ എസ്റ്റേറ്റും ലൈക്ക് ഗോൾഡുമാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു ഡൗട്ടായിട്ട് നിൽക്കും. വളരെ സിമ്പിളായിട്ട് ഒരു ഇൻഫ്ലേഷൻ, വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പണപ്പെരുപ്പമാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു നമുക്ക് എക്സാമ്പിളായിട്ട്. എക്സാമ്പിൾ ഇപ്പം ഒന്നുമില്ല. നമ്മൾ ഇന്നിപ്പം ചായ കുടിക്കുന്നതിൻ്റെ ചായയുടെ വില ഇന്നിപ്പം 12 രൂപയാണ്. ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റിന് വരുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ടുണ്ട്, 12 രൂപ സാധാരണ ചായ. ഇത് ഞാൻ 10 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്, 8 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്, 5 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്, 5 എനിക്ക് രൂപ, തോന്നുന്നു ഞാൻ 3 രൂപയ്ക്ക് 3 കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രൂപയ്ക്ക് കുടിച്ചിട്ടുണ്ട്. ഇതാണ് ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് പണം. പറയുന്നത്. 3 രൂപയിൽ ഒരു 10 വർഷം മുന്നേ ആയിരിക്കാം, 10 12 വർഷം മുന്നേ ഞാൻ 3 രൂപയ്ക്ക് കുടിച്ച ആ കടമുണ്ട്. അതെ ഇന്ന് അത് 10 മിനിമം 10 ആയി. അതെ അതെ സെയിം അതെ. പാല്, സെയിം ഉം. പഞ്ചസാര ചായ അടിക്കുന്ന ചേട്ടനും സെയിം. പക്ഷേ ഉം. ചായയുടെ വില കൂടും. കൂടും. അത് 12 എന്നുള്ള ഇപ്പോഴത്തെയാണ്. അത് 12 നിന്ന് അത് ഉടനെ 15ലേക്കും 20ലേക്കും അത് സഞ്ചരിക്കും. അത് തന്നെയാണ് ഇൻഫ്ലേഷൻ. അതാണ് ഇൻഫ്ലേഷൻ. കോസ്റ്റിൻ്റെ ഇത് കൂടും. അത് ഓക്കെ. ഒരു നല്ലൊരു ഇൻഡിക്കേറ്ററും കൂടാണ് യഥാർത്ഥത്തിൽ. കോസ്റ്റ് കൂടണം, എന്നാലേ ഇത് വരത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രോഡക്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന 7% ഇൻഫ്ലേഷൻ എന്നാണ് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ സെനാരിയോയിൽ. അത് കുറച്ച് കൂടുതലാണ്. 7% ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവറേജാണ് 7%. അപ്പോൾ 7%-നെക്കാട്ടിലും ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഉള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കണം കൂടുതൽ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് തരുന്നത് ഇക്വിറ്റി, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, ഈ റിയൽ 3 എസ്റ്റേറ്റ്. സാധനങ്ങളാണ്. ഗോൾഡിൽ എനിക്കൊന്ന് ആഭരണം നമുക്ക് പറയാൻ പറ്റത്തില്ല. ആഭരണം ഒരിക്കലും പറയാൻ ഒരിക്കലും. പറ്റില്ല. കാരണം ഒരു ആഭരണം മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ 15% മുതൽ 20% വരെ പണിക്കൂലി പോകും. പണിക്കൂലി പോയി. പിന്നെ GST. GST ഉണ്ട്, ടാക്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ ഇതേപോലെ തന്നെ 1% മുതൽ 4% വരെ വീണ്ടും പോകും. അതെ. അപ്പോൾ അതിന് നമുക്കിപ്പോൾ എന്താണ്, അടുത്ത ജനറേഷന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഗോൾഡൊക്കെ മേടിച്ച് വെക്കുന്നത് തന്നെ. അപ്പോൾ അതിന്റെ പർപ്പസിൽ മേടിക്കണായിരിക്കും നല്ലത്. അതെ 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 ഗോൾഡ് ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ല ഫോം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മുതൽ 15% വരെ ഗോൾഡ് ആകാവും. അത്രയും തന്നെ ആവണമെന്നുള്ളത് ചിലവർക്ക് പേഴ്സണൽ ചോയ്സ് ആണ്. പേഴ്സണൽ ചോയ്സാണ്. അങ്ങനെ മേടിക്കുന്ന ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ETF ആണ്. ഗോൾഡ് ETF ഗോൾഡ് ആണ് ETF. ഏറ്റവും നല്ല ഓപ്ഷൻ, ഗോൾഡ്. ഇനിയിപ്പോൾ അവസാനത്തെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലൈക്ക് നമുക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു കാറ്റഗറി ആൾക്കാരാ, ഒരു 30 വയസ്സുള്ള ഒരാൾ, 50,000 നമുക്ക് ഇൻകം കിട്ടുന്ന ഒരാൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നാളത്തേക്ക്, ഒരു 50 വയസ്സിൽ റിട്ടയറും ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം? അതിനൊരു എക്സാമ്പിളായിട്ട് പ്രോപ്പറായിട്ടൊരു
അത് ഭയങ്കര ഒരു പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ 50 വരുന്ന 20 വർഷം കൊണ്ട് 20 ചെയ്യാനുള്ള വർഷം. അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ് വരുന്നത്. കാരണം ഇതിൻ്റെ ഒരു റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ചിലവുകൾ അത് വെച്ചാണ് നമ്മൾ അതെ. കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഭയങ്കര സബ്ജക്റ്റീവ് നേച്ചറാണ്. സബ്ജക്റ്റുകൾ എന്നിരുന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഓഡിയൻസിന് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും ഒരു 30% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. നല്ലതാണ്. അത് 30% എന്ന് ഞാൻ പറയുമ്പോഴും കൃത്യമായിട്ട് 50,000 രൂപ മേടിക്കുന്നതിനകത്ത് 30% ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അങ്ങനല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ബേസിസ് വെക്കാൻ വേണ്ടി മാത്രമേ 30% ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം സേവ് ചെയ്യാം. ഈ 30% നമ്മൾ വെച്ചു, ഇപ്പോൾ 15,000 രൂപ, 50,000-ൻ്റെ 30 അത് എന്തായാലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകണം. ബാക്കിയുള്ള 35,000-ത്തിനകത്തുനിന്ന് എത്ര രൂപ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പെൻസുകൾ കട്ട് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ എസെൻഷ്യലായിട്ടുള്ള എക്സ്പെൻസുകൾ അധികം പിടിക്കാതെ നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ജീവിത സൗകര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നോൺ എസെൻഷ്യലായിട്ടുള്ള എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് കട്ട് ചെയ്യാൻ നോക്കണം. അത് കട്ട് ചെയ്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് കൊണ്ടുവരും. 30% എന്നുള്ള ഒരു ജനറൽ റൂൾ വേണം നമുക്ക് വെക്കാൻ. അത് ഇൻകം കൂടുന്നതനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം, സ്റ്റെപ്പ് അപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതെ. അത് ആദ്യമേ തന്നെ അതൊരു 20 വർഷം ആകുമ്പോൾ എത്ര രൂപ ആവുമായിരിക്കും? 15,000 ലൈക്ക് അറൗണ്ട് 15,000 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 1 കോടി രൂപയ്ക്ക് മുകളിൽ വരും. 20 വർഷം ആകുമ്പോഴത്തേക്ക് അത് ഏകദേശം 2-2.5 കോടിയിലേക്ക് 2.5 കോടിയിലൊക്കെ വരും. അത് ഈ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ അവർക്ക് അത് മതിയാവും. അവിടെ Inflation, 2.5 കോടി എന്ന് ഞാൻ പറയുമ്പോഴും ഇൻഫ്ലേഷൻ Inflation വരുമ്പോഴത്തേക്ക് അത് ഇന്നത്തെ 1 കോടി രൂപയേ ഉള്ളൂ. രൂപയുടെ ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഫൈൻ. ലൈക്ക് അന്നത്തെ ആ ഒരു ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇന്നത്തെ 1 കോടി എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ മനസ്സിലായി. 10 വർഷം കഴിയുമ്പോൾ 2.5 കോടി. അപ്പൊ 20 വർഷം അതിനെക്കാട്ടിലും കുറയുകയാണ്. പറയാം. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുക, മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക, അതിലോട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, thank you, Abhinas. Thank you for giving me this opportunity. Thank you for coming. Okay.